ആറോളം തവണയാണ് ബീഹാറിനെ കുറിച്ച് ധനമന്ത്രി ബജറ്റിൽ പരാമർശിച്ചത്. കേരളത്തിന്റെ പേര് ഒരിടത്ത് പോലും പരാമർശിച്ചുമില്ല. എന്തൊക്കെയാണ് ബീഹാറിന് കൊടുത്തത്, എന്തൊക്കെയാണ് കേരളത്തിന് കിട്ടിയത് നോക്കിയാൽ, ബീഹാറിൽ മഖാന ബോർഡ് എന്ന് പറയുന്നത്, മഖാന എന്ന് പറയുന്ന ഫോക്ക് സീഡ്, താമരയുടെ സീഡുകൾ. ആ താമര സീഡുകൾ ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ക്യാഷ് ക്രോപ്പാണ്, വലിയ വാണിജ്യ വിളയാണ്. ലോകത്തേക്ക് കയറ്റുമതി ചെയ്യുന്ന 90% ഫോക്ക് സീഡുകളും അഥവാ മഖാനയും ഉൽപ്പാദിപ്പിക്കുന്നത് ബീഹാറിലാണ്. ആ ബീഹാറിലെ കർഷകർക്ക് വേണ്ടി മഖാന ബോർഡ് രൂപീകരിക്കും എന്നതായിരുന്നു ആദ്യ പ്രഖ്യാപനം. കേരളത്തിൽ റബ്ബറാണ് കേരളത്തിൻ്റെ ഒരു വലിയ വാണിജ്യ വിളയായി നമ്മൾ കണക്കാക്കുന്നത്. പക്ഷേ കേരളത്തിലെ റബ്ബറിന് വേണ്ടി ഒന്നും തന്നെ പ്രഖ്യാപിച്ചിരുന്നില്ല. നമ്മൾ 1000 കോടി രൂപയെങ്കിലും കേരളം റബ്ബർ ബോർഡിന് വേണ്ടി മാറ്റിവെക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഒന്നും ഉണ്ടായില്ല. എന്നാൽ ബീഹാറിൽ മഖാന ബോർഡ് വരുന്നു. ഫുഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുമെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ബീഹാറിന് വേണ്ടിയുള്ള പ്രഖ്യാപനം. കേരളത്തിലാവട്ടെ IITക്കുള്ള നാമമാത്രമായ സഹായം മാത്രമാണ് പ്രഖ്യാപിച്ചത്. ബീഹാറിനെ ഒരു ഫുഡ് ഹബ്ബാക്കി മാറ്റും എന്നതായിരുന്നു പ്രഖ്യാപനം. കേരളത്തിൽ വയനാട്, ചൂരന്മല, മുണ്ടക്കൈ മേഖലയിലടക്കം പാക്കേജ് പ്രത്യേകം ആവശ്യപ്പെട്ടിരുന്നു. പ്രവാസികൾക്ക് വേണ്ടിയുള്ള പാക്കേജ് ആവശ്യപ്പെട്ടിരുന്നു. തീരദേശ സംരക്ഷണ മേഖലയ്ക്കുള്ള പാക്കേജ് ആവശ്യപ്പെട്ടിരുന്നു. ഒന്നും ഉണ്ടായില്ല. പകരം ബീഹാറിന് ഫുഡ് ഹബ്ബാക്കും എന്ന പ്രഖ്യാപനമുണ്ടായി. IIT പട്നയുടെ വികസനം ഉറപ്പാക്കുമെന്നതായിരുന്നു. നമുക്കത് പാലക്കാട് IITക്കുള്ള വികസനമായി. ബീഹാറിന് ഒരു ഗ്രീൻഫീൽഡ് എയർപോർട്ട് സ്ഥാപിക്കും എന്നുള്ളതായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം. കേരളത്തിൽ റെയിൽവേയുടെ വിവിധ പദ്ധതികൾക്ക് വേണ്ടി തുക അനുവദിക്കും എന്നുള്ളതായിരുന്നു പ്രതീക്ഷ. കേരളത്തിനില്ല, ബീഹാറിന് ഗ്രീൻഫീൽഡ് എയർപോർട്ട്. പട്ന വിമാനത്താവളം നവീകരിക്കും എന്നുള്ളതായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം. കേരളത്തിന് അതുമുണ്ടായില്ല. ചുരുക്കത്തിൽ ബീഹാറിൻ്റെയും കേരളവുമായി താരതമ്യം ചെയ്താൽ ബീഹാറിന് വാരിക്കോരി നൽകുകയും കേരളത്തെ സംബന്ധിച്ചോളം അവഗണിക്കുകയും ചെയ്തു എന്നുള്ള കാഴ്ചപ്പാടാണ് ഇപ്പോൾ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുന്നത്. കേരളത്തിനൊന്നുമില്ല, ബീഹാറിന് വാരിക്കോരി എന്നതാണ് ഈ ബഡ്ജറ്റിനെ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക.